നമസ്കാരം, 40K ന്യൂസിലേക്ക് സ്വാഗതം. നിരവധി വാഗ്ദാനങ്ങളുമായാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ രണ്ടാം ഊഴത്തിലേക്ക് പ്രവേശിച്ചത്. അതിൽ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് സമാധാനം നിലനിർത്തുമെന്നത്. പക്ഷെ അതിന് വിപരീതമായി എല്ലാ യുദ്ധങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത്. 16 മാസക്കാലം നീണ്ടുനിന്ന യുദ്ധത്തിലൂടെ ഇസ്രയേലും പലസ്തീനുമായി വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ആ നില വഷളാക്കിക്കൊണ്ട് വീണ്ടും ഇസ്രയേലിനെ യുദ്ധമുഖത്തേക്ക് ഇറക്കുന്നതിന് പിന്നിൽ ട്രംപിന്റെ കരങ്ങളുണ്ടെന്ന കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ അതേ വ്യക്തി തന്നെയാണ് യുദ്ധത്തിനു വേണ്ടി മറ്റു രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നതും. അത് മാത്രമല്ല, മറ്റു രാജ്യങ്ങളുമായി യുദ്ധഭീഷണി മുഴക്കുക എന്നതും ട്രംപിന് ഇപ്പോൾ ഒരു വിനോദമായി മാറിയിരിക്കുകയാണ്. ഇറാനുമായും പലസ്തീനുമായും നിരവധി ഭീഷണികൾ ട്രംപ് നേരത്തെ തന്നെ മുഴക്കിക്കഴിഞ്ഞിരുന്നു. പക്ഷെ ഇതൊന്നും കൊണ്ട് ഭയക്കാൻ മാത്രം വിഡ്ഢികളായിരുന്നില്ല അമേരിക്കയുടെ എതിരാളികൾ. വീണ്ടും അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ ഗസയിൽ വീണ്ടും നരനായിട്ട് ആരംഭിച്ചപ്പോൾ അമേരിക്കയും ഹൂതികളും ഏറ്റുമുട്ടൽ ആരംഭിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഹൂതികൾക്ക് മുന്നിൽ അമേരിക്ക പരാജയപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. ഹൂതികളുമായുള്ള ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നമുക്ക് വിശ്വസിക്കാവുന്നതിലും അപ്പുറമാണ്. ഇതിലൂടെ അമേരിക്ക മിഡിൽ ഈസ്റ്റിലെ മറ്റൊരു യുദ്ധത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിൽപ്പെട്ട അമേരിക്ക സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ യുദ്ധത്തിൽ കൂടി ഏർപ്പെട്ട അമേരിക്ക കത്തിച്ചു കളയുന്നത് വലിയൊരു തുക തന്നെയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടിലിരിക്കുന്ന അമേരിക്കയ്ക്ക് ഹൂതികളുമായുള്ള യുദ്ധം പ്രഹരമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. യമനിലെ ഹൂതികൾ അമേരിക്കയ്ക്ക് ഉണ്ടാക്കി വെക്കുന്ന നഷ്ടം ആയിരക്കണക്കിന് കോടി രൂപയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂതികൾ 7 റിപ്പർ ഡ്രോണുകളാണ് വെടിവെച്ചിട്ടത്. ഇതുവഴി അമേരിക്കയ്ക്ക് ഉണ്ടായ നഷ്ടം എന്ന് പറയുന്നത് $200 മില്യൺ. അതായത് ഡ്രോണുകൾ വീതി ഹൂതികൾ ഉണ്ടാക്കിയ നഷ്ടം 17,000 കോടിയിലേറെ രൂപയാണ്. അമേരിക്കയ്ക്ക് ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഭൗതിക നഷ്ടമായാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. അമേരിക്കയെ ഏത് വിധേനയും തിരിച്ചടിക്കുക എന്ന ലക്ഷ്യത്തോടെ മാർച്ച് 31-നും ഏപ്രിൽ 22-നും ഇടയിലായാണ് ഡ്രോണുകൾ തകർത്തിട്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം 3 ഡ്രോണുകളാണ് ഹൂതികൾ വെടിവെച്ചിട്ടത്. ഹൂതികളെ നിരീക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരെ ആക്രമിക്കാനോ ലക്ഷ്യം വെക്കുന്ന സമയങ്ങളിലാണ് ഹൂതികൾ ഇത്തരത്തിൽ ഡ്രോണുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. മാർച്ച് 31, ഏപ്രിൽ 3, 9, 13, 18, 19, 22 തീയതികളിൽ ഇത്തരത്തിൽ അമേരിക്കൻ ഡ്രോണുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നിരവധി ഹൂതികളെ കൊലപ്പെടുത്തിയെന്നും അവരുടെ കേന്ദ്രങ്ങൾ പിടിച്ചെടുത്തുമെന്നും അമേരിക്ക വാദിക്കുമ്പോഴും അവയൊന്നും യഥാർത്ഥത്തിൽ സ്ഥിരീകരിക്കപ്പെടുന്നില്ല. ഗസയിൽ ഇസ്രയേൽ അഴിച്ചുവിടുന്ന നരനായാട്ടിൽ പ്രതിഷേധിച്ച ബാബ് എൽ മണ്ടബിലൂടെ കടന്നുപോകുന്ന ഇസ്രയേലി, US, ബ്രിട്ടീഷ് കപ്പലുകളെയും ഹൂതികൾ ലക്ഷ്യമിടുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വെടിനിർത്തലിന് തയ്യാറാവുകയാണെങ്കിൽ തങ്ങൾ ആക്രമണം നിർത്തുമെന്നാണ് ഹൂതികൾ ആവശ്യപ്പെടുന്നത്. നിലപാടുകളിൽ നിന്നും പിന്നോട്ടില്ല എന്ന നെഞ്ചുറപ്പോടെ തന്നെ തുറന്നടിക്കുകയാണ് ഇപ്പോൾ ഹൂതികൾ ചെയ്യുന്നത്. ഇസ്രയേൽ ഗസയിൽ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നതിനനുസരിച്ച് ഇനിയും അമേരിക്കൻ ഡ്രോണുകൾ കരയിലും കടലിലും തകർന്നു വീഴുമെന്നത് ഉറപ്പാണ്.